ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടോ. പെട്ടെന്ന് മഴ പെയ്ത് നല്ല ശക്തമായ മഴ അങ്ങോട്ട് പെയ്തിട്ടോ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുമ്പോഴും എന്ത് ഭംഗിയാ വീട് കാണാൻ, വീടും പരിസരമൊക്കെ നല്ല ഭംഗിയാന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീടൊക്കെ വൃത്തിയാക്കുന്നത് ഞാനൊരാൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഏതൊരു പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയണ പോലെ ഈ സ്ഥലത്തിനും ഒരു നെഗറ്റീവ് ഉണ്ട്. ഇന്ന് രാവിലത്തെ ശക്തമായ മഴയിൽ ഇങ്ങനെ വെള്ളം കയറി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കയറാറില്ല. ഇവിടെ റോഡ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മിറ്റൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഈ മിറ്റൽ ഇവിടെ കൂട്ടിയിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇറക്കണ ടൈമിൽ ഞാനിവിടെ പറഞ്ഞതാ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും, വേഗം പണി തീർത്തില്ലെങ്കിൽ ഇവിടെ പണിയാവും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. വെള്ളം മൊത്തം ഇങ്ങോട്ട് കയറി. സത്യം പറഞ്ഞാൽ ആ നേരത്ത് വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വെള്ളം ഇരച്ചങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ആരോടെ പറയണ്ടേന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ അധികം വീടുകളില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാലോ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. അതിപ്പോൾ ഏത് വ്ളോഗേഴ്സിൻ്റെ ആണെങ്കിലും, ഒട്ടുമിക്ക വ്ളോഗേഴ്സ് ആണെങ്കിലും അവരുടെ പോസിറ്റീവായിട്ടുള്ളതും സന്തോഷ നിമിഷങ്ങളും കാണുന്നുള്ളൂ. ബാക്കിലുള്ള നെഗറ്റിവിറ്റി നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസും വീടും ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ വലിയ സെറ്റപ്പാണ്, വലിയ ഇതാന്നൊക്കെ നിങ്ങൾ പറയുന്നവരുണ്ട്. ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ മിറ്റൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് ഞാനിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ. വീടിൻ്റെ സ്റ്റെപ്പ് വരെ ആ നിലയിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലിനമായിട്ടുള്ള വെള്ളമാണ്. അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങി, അതായത് അവിടെ കള്ള് ഷാപ്പ് വരെ ഉണ്ട്. അവിടെ വെള്ളം കുടിച്ചിട്ട് ആൾക്കാർ ഛർദ്ദിക്കുക വരെ ചെയ്യുന്ന വെള്ളം. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയാൻ പാടില്ലായിരുന്നു. ചില നിമിഷങ്ങളിൽ അങ്ങനെയാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഉള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മെമ്പറുടെ നമ്പർ ഞാൻ നോക്കി, അത് ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചത്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ആരെ വിളിക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നതാണ് കേട്ടോ കേരള പോലീസ് എന്നുള്ളത്. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 സാർമാർ ഞാനിങ്ങനെ വിളിച്ചത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാം കേട്ടോ. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. പക്ഷേ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള സാർമാർ തന്നെയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ അങ്ങനെ വെറുതെ നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട. നമ്മുടെ ഈ കേരള പോലീസ് നമ്മുടെ കൂടെ തന്നെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ കുറേ നേരം സാർമാരുടെയൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചു. ഇനി ഇത് ഞാൻ ചെയ്ത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ.